നമസ്കാരം. ഞാൻ സന്തോഷ് കാരോക്കരയിൽ. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അരിക്കാക്കയും കൂടി ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമീണ ഭംഗി വീഡിയോയിലൂടെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസമൊന്നും കാണാൻ പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഒഴിവുള്ള സമയം നോക്കി ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളുടെ നാട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്തിലെ മുക്കളം താഴ്ത്തങ്ങാടി പ്രദേശമാണ്. കോട്ടയം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ് ഈ മുക്കളം എന്ന് പറയുന്ന സ്ഥലം. കോട്ടയം ഇടുക്കി ജില്ലകളെ ഇവിടെ വേർതിരിച്ച് അതിർത്തി കാണിക്കുന്ന പുല്ലകയാറാണ്. യാത്രയിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് മോഹൻചേട്ടനെ പണിസ്ഥലത്ത് വെച്ച് കണ്ടുകൂട്ടി. അദ്ദേഹമായിട്ട് അല്പസമയം സംസാരിക്കാനുള്ള അവസരം കിട്ടി. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുക്കളം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദാണ്. ഒന്നോ രണ്ടോ തവണ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പള്ളിക്കലൊരു കല്യാണത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അതല്ലാതെ ഇതുവഴി ഞാൻ യാത്ര ചെയ്തിട്ടേ ഇല്ല. എന്തൊരു ഗ്രാമീണ ഭംഗിയല്ലേ! അടിപൊളി പ്രദേശം. ഇതേറെ കേട്ടോ, മടിക്കാനുണ്ട്. മുക്കളൊക്കെ ഒരു മടിക്കാനുണ്ട്. ഇത് പിള്ളാച്ചൻ്റെ ഇവർക്കൊക്കെ മടിക്കാനുണ്ട്. അതിലാദ്യമായിട്ട് വഴി. രസകരമായ കാര്യം, ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഇളങ്കാട്ടിലെ റിസോർട്ട് എന്നറിയപ്പെടുന്ന ഒരു റിസോർട്ട് ഇവിടെയുണ്ട്. അതായത് മുക്കുളത്താണ്, ഇടുക്കി ജില്ലയിലാണ് എങ്കിലും ഇതിൻ്റെ തൊട്ടടുത്ത സമീപപ്രദേശം എല്ലാവരും അറിയപ്പെടുന്ന പ്രദേശം ഇളങ്കാടാണ്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം കൂട്ടിക്കൽ പഞ്ചായത്തിൽ പെടുന്ന ഇളങ്കാട്. പിന്നെ മധുര റിസോർട്ടിൻ്റെ ഇപ്പോൾ റിസോർട്ടിൻ്റെ ഉടമ ഇവിടെയില്ല. റിസോർട്ടിൻ്റെ ഉടമ അവിടെ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഭവത്തോടുകൂടി റിസോർട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാവം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. സാധാരണ കല്ല് ലെവലൊന്നും ചെയ്യാതെ ഒരു പ്രത്യേക ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മതിൽ കെട്ടിയേക്കുന്നത് കാണാൻ തന്നെ ഒരു അഴകാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിനിമയ്ക്കൂടെ ലൊക്കേഷനുള്ള സാധ്യത കാണുന്നുണ്ട്. അടിപൊളി ഒരു വ്യൂ പോയിന്റ് കേട്ടോ. അടിപൊളി ഒരു സിനിമയുടെ ലൊക്കേഷനുള്ള ഒരു സ്ഥലമാണ്. നോക്കി, ആ കല്ലുകെട്ടുകളൊക്കെ ഉണ്ടായ എന്നെ രസമല്ലേ. ഗ്രാമീണ കാഴ്ചകളിൽ ചെറിയ നീർച്ചാലുകൾ പോലും കാണാൻ അതിസുന്ദരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുല്ലകയാറാണിത്. കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്നത് ഈ പുല്ലകയാറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ മലകളിൽ നിന്ന് വരുന്ന എല്ലാ ചെറിയ ആറുകളും ചേർന്നാണ് പുല്ലകയാർ ഉണ്ടാകുന്നത്. പുല്ലകയാർ പ്രധാനമായിട്ടും വെമ്പാല, മൂപ്പമ്മല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ വെല്ലിയന്ത, മേലേത്തടം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും, കൊടുങ്ങ, ബ്ലാക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇളങ്കാട്ടിൽ വന്ന് പുല്ലകയാറായി മാറുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? വാഗമൺ മലനിരകളിലെ തൊട്ടടിവശം മുക്കളം
അതായത് ഇളങ്കാടിന് നേരെ ഇക്കരെ മുക്കളം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ നിന്ന് നോക്കിയാൽ വാഗമണ്ണിലെ നമ്മുടെ വാച്ച് ടവർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ഊഞ്ഞാലിൻ്റെ തൂണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ നേരെ അടിവശം. രണ്ട് വാച്ച് ടവറുകൾക്ക് പൊക്കത്തിലുള്ള വാച്ച് ടവറുകളുടെ ഇടയ്ക്ക് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ തൊട്ടടുത്ത് മറ്റേ ഊഞ്ഞാൽ. പാരാഗ്ലൈഡിങ് നടക്കുന്ന സമയത്ത് പാരാഗ്ലൈഡർമാർ അതിലെ പറക്കുന്ന ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതായിട്ട് തോന്നും. അവിടെ കൃത്യമായ ഫ്ലൈ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവിടുന്ന് എമർജൻസി ലാൻഡിങ് എന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർ നേരെ വന്ന് നമ്മൾ യാത്ര തുടങ്ങിയ ആ പ്രദേശത്ത് ആണ് ലാൻഡ് ചെയ്യുന്നത്. അതിനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പെട്ടി ഓട്ടോ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അതിന് തൊട്ടിപ്പുറത്തെ സ്ഥലമാണെന്ന് അവർ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് ആ സ്ഥലത്തെത്തണമെങ്കിൽ ഏതാണ്ട് 8 കിലോമീറ്ററോളം. ഇവിടുന്ന് ജീപ്പ് മാർഗമാണ് അവരവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ ഇളങ്കാട്ടിൽ നിന്ന് ജീപ്പ് മാർഗം മേലത്തടം വഴി വാഗമണ്ണിൽ എത്തിച്ചേരും. വാഗമൺ റോഡിൻ്റെ വർക്കുകളൊക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ തീരുന്നതോടുകൂടി ബാക്കിയുള്ള ഗതാഗതം കൂടെ എളുപ്പമാവും. സൂയിസൈഡ് പോയിൻറ്റും അതുപോലെ ഇപ്പോൾ കാണുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ തങ്ങൾപാറയാണ്. കോലാലമ്മയുടെ തങ്ങൾപാറ ഭാഗം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെയുള്ള യാത്രകളൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ടുള്ള യാത്രകളൊക്കെ ഇനിയിപ്പോൾ വളരെ എളുപ്പമായി തീരും. അതിമനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞതല്ലെന്ന് മനസ്സിലായല്ലോ. സൂപ്പർ കാഴ്ചയല്ലേ. ഇതുപോലെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ലൈക്കുകൾ, കമൻറ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇരിക്കും നമ്മുടെ ഇനിയുള്ള വീഡിയോകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യണം. വാരി താഴെ പോയത്